പാലക്കാട് നഗരത്തിലെ എസ്കലേറ്ററിന്റെ പ്രവേശന കവാടം അടച്ച വിഷയത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇടപെടലിൽ പരിഹാരം. പാലക്കാട് GB റോഡിലുള്ള എസ്കലേറ്ററിന്റെ പ്രവേശന കവാടത്തിന്റെ രണ്ടു വശവും അടച്ചുപൂട്ടിയതിനെതിരെയാണ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ബിജെപിയുടെ ഭരണത്തിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വഴി യാത്ര ചെയ്യുന്ന യാത്രികർക്ക് ഏക ആശ്രയം കോൺഗ്രസിന്റെ നിരന്തരമായ സമരം മൂലം ലഭിച്ച ഈ എക്സലേറ്ററാണ്. ഈ എക്സലേറ്റർ ശകുന്തള ജംഗ്ഷൻ വഴിക്കോ അല്ലെങ്കിൽ KSRTCക്കോ പോകണമെങ്കിൽ ഈ എക്സലേറ്ററിൽ കൂടി വേണം യാത്ര ചെയ്യാൻ. ഇത് ഒരു മുന്നറിയിപ്പും കൂടാതെ വൈകിട്ട് 6 മണിക്ക് നഗരസഭ ഭരണാധികാരികളുടെ നിർദ്ദേശപ്രകാരം ഇവിടെ നിൽക്കുന്ന ഈ ജീവനക്കാരൻ 2 ഭാഗവും പൂട്ടിയിടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിനെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട കൗൺസിലറാണ്, മുനിസിപ്പൽ കൗൺസിലറാണ് കൃഷ്ണേട്ടൻ, അതുപോലെ തന്നെ ഹരിദാസ് മച്ചിങ്ങൽ ഉൾപ്പെടെ സഹീർ ഉൾപ്പെടെ ഉള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തുറന്നു കൊടുക്കുന്ന ഒരു നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. രാത്രികാലങ്ങളിൽ പാലക്കാട് നഗരത്തിൻ്റെ അവസ്ഥയും സാഹചര്യം ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. ഒരു 7 മണി കഴിഞ്ഞാൽ നഗരം മൊത്തത്തിൽ ഇരുട്ടാണ്. ഈ ഇരുട്ടിൽ നിന്നും അതിജീവിക്കാൻ ഏക ആശ്രയം ഏക പ്രതീക്ഷയും ഈ എക്സലേറ്ററാണ്. നഗരസഭ ഒരു മുന്നറിയിപ്പും നൽകാതെയാണ് ജനങ്ങളുടെ സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചത് എന്നാരോപിച്ചാണ് പ്രവർത്തകർ പ്രവേശന കവാടത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. തുടർന്നും അധികൃതർ വിഷയത്തിൽ ഇടപെടാത്തതിനെ തുടർന്ന് എസ്കലേറ്ററിന്റെ 2 പ്രവേശന കവാടവും സമരക്കാർ തന്നെ തുറന്നു നൽകി. തുടർന്ന് നേതാക്കൾ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് എസ്കലേറ്റർ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കാൻ തീരുമാനമായത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, നഗരസഭാംഗം A കൃഷ്ണൻ, ഹരിദാസ് മച്ചിങ്ങൽ കെയിൻ സഹീർ, മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, S സേവ്യർ, SM താഹ, M ബാബു, A മൂർത്തി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.